മുത്തങ്ങ സമരം പോലീസും ഭരണകൂടവും ചേർന്ന് അടിച്ചമർത്തിയിട്ട് ഏതാണ്ട് കാൽ നൂറ്റാണ്ട് പിന്നിടുന്ന വേളയിൽ ഇതാ എൻ്റെ കൈകളിൽ ഈ പുസ്തകം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിൻ്റെ മുഖചിത്രം എല്ലാ ചരിത്രവും പറഞ്ഞു തരുന്നുണ്ട്. ആദിവാസികളുടെ ഭൂമി അവർക്ക് അവകാശപ്പെട്ട മണ്ണിൽ നിന്ന് അവരുടെ കാൽപ്പാടുകൾ കൂടി ബാക്കിയാക്കാത്ത രീതിയിൽ തുടച്ചു നീക്കപ്പെട്ട് അന്യാധീനപ്പെടുന്നതിൻ്റെ ചരിത്രമാണ് ഈ പുസ്തകത്തിൻ്റെ മുഖചിത്രം നമ്മോട് പറയുന്നത്. ആദിവാസി ഭൂമി പ്രശ്നത്തിൻ്റെ ചരിത്രവും രാഷ്ട്രീയവും പറഞ്ഞുകൊണ്ട് പ്രമുഖ മാധ്യമപ്രവർത്തകനും പരിസ്ഥിതി പ്രവർത്തകനുമായ പി.കെ. പ്രകാശ് എഴുതിയ അന്യാധീനപ്പെടുന്ന ഭൂമി എന്ന ഈ പുസ്തകം ഈ കാലങ്ങളിൽ നമ്മിൽ പലരും ഉത്തരവാദിത്വത്തോടുകൂടി വായിക്കേണ്ട ചരിത്രാന്വേഷണ പുസ്തകമാണ്, പഠന റിപ്പോർട്ടാണ്. ആദിവാസികളുടെ ഭൂമി എങ്ങനെയാണ് അന്യാധീനപ്പെട്ടത് എന്ന് ഈ പുസ്തകം വസ്തുതകളുടെയും ചരിത്ര യാഥാർത്ഥ്യങ്ങളുടെയും പ്രമാണങ്ങളുടെയും രേഖകളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പക്ഷത്തു നിന്നുള്ള അന്വേഷണങ്ങളുടെയും സഹായത്തോടെ നമ്മോട് പറയുന്നു. ഈ പുസ്തകം തുടങ്ങുന്നത് ആദിവാസികളിലെ ഇരുള വിഭാഗത്തിലെ കാർഷിക വൃത്തികൾക്ക് അധികാരമുള്ള ആളായ മണ്ണൂക്കാരൻ്റെ വാക്കുകളോടുകൂടിയാണ്. അട്ടപ്പാടി ഷോളയൂരിനടുത്തുള്ള വയലൂരിലെ 101 വയസ്സായ അന്ധനായ മണ്ണൂക്കാരൻ്റെ ആ വാക്കുകൾ ഇങ്ങനെയാണ്: ഭൂമി അളക്കാൻ കെർമണ്ട് സർവേക്കാർ വന്ന് ഞാൻ പേടിച്ച് കേട്ടുകൊണ്ടിരിക്ക്, ചങ്കിൽ പിടിച്ചിട്ട് ഞാൻ വந்தாച്ച്, ഭൂമി അളന്ത് കാട് അളന്ത് കോവില് അളന്ത് ഇന്ത ഭൂമി ആരുടെ എന്ന് അവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനക്ക് സ്വന്തമല്ല, വയലൂര് സ്വന്തം, സ്വാമി ദൈവം പൊതുവ്, പൊതുവുള്ള സ്ഥലം എല്ലാവർക്കും പൊതുവ്, ഇന്ത കോവില് എല്ലാവർക്കും പൊതുവ്, എന്നാൽ സർവേക്കാർ ചുരറ്റികങ്ങൾ പോട്ടുങ്കോ. ആദിവാസികളിലെ ഇരുള വിഭാഗം കാർഷിക വൃത്തികൾക്ക് അധികാരമുള്ള ആളായ മണ്ണൂക്കാരൻ്റെ ഈ വാക്കുകൾ ആദിവാസി ഭൂമി എങ്ങനെ നഷ്ടപ്പെട്ടു എന്നതിൻ്റെ ചിത്രമാണ് എന്നാണ് ഈ പുസ്തകത്തിൽ പി.കെ. പ്രകാശ് സൂചിപ്പിക്കുന്നത്. വ്യക്തിപരമായ സ്വത്തുടമസ്ഥതാ വ്യവസ്ഥ ആദിവാസികൾക്ക് ഇല്ലായിരുന്നു എന്നാണ് മണ്ണൂക്കാരൻ്റെ വാക്കുകൾ തെളിയിക്കുന്നത്. ആദിവാസികൾ അവരുടെ ഭൂമിയിൽ കൃഷി ചെയ്തു, അല്ലെങ്കിൽ വനവിഭവ ശേഖരണം നടത്തി. ഇങ്ങനെ അവർ നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചിരുന്ന ഭൂമിയിലേക്കാണ് കടന്നുകയറ്റം നടന്നത്. ആരുടെ ഭൂമിയാണ് എന്ന് കയ്യേറ്റക്കാരായ ബ്രിട്ടീഷുകാരും നാട്ടുരാജാക്കന്മാരും കുടിയേറ്റക്കാരും സർക്കാരും ഒക്കെ ചോദിച്ചപ്പോൾ സ്വകാര്യ സ്വത്തുടമസ്ഥതാ വ്യവസ്ഥയെക്കുറിച്ചൊന്നും അറിവില്ലാതിരുന്ന ആദിവാസികൾ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അല്ല, അവരെ കുടിയൊഴിപ്പിച്ചു എന്ന് തന്നെയാണ് പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ പി.കെ. പ്രകാശ് എഴുതിയിരിക്കുന്നത്. മാറി മാറി വന്ന സർക്കാരുകളും ആദിവാസികളല്ലാത്തവരും പിന്നീട് എങ്ങനെയാണ് ആദിവാസി ഭൂമി സ്വന്തമാക്കിയത് എന്ന അന്വേഷണം ഈ പുസ്തകത്തിൻ്റെ ഓരോ താളുകളിലും ഉണ്ട്. അന്യാധീനപ്പെടുന്ന ഭൂമി എന്ന അന്വേഷണാത്മകമായ ചരിത്രഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ശ്രീ പി.കെ. പ്രകാശ് ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ശ്രീ പി.കെ. പ്രകാശ്, ഈ ഒരു പുസ്തകം നമ്മൾ കയ്യിലെടുത്ത് ഈ നിമിഷം നിൽക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു എഡിഷൻ കയ്യിൽ വന്നിട്ടുള്ള പശ്ചാത്തലത്തിലാണ്. നേരത്തെ തന്നെ വായിക്കപ്പെട്ടിട്ടുള്ള തുടർ പതിപ്പുകളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. ഈ തുടർ പതിപ്പ് എന്ന് പറയുന്നത് നോവലുകൾക്കോ കഥാപുസ്തകങ്ങൾക്കോ ഉണ്ടാവുന്നത് പോലെയുള്ള ജനപ്രിയതയുടെ ഒരു തുടർച്ചയുമല്ല. ഗൗരവമായിട്ടൊരു പുസ്തകം കയ്യിലെടുക്കുക, ആ വിഷയത്തിൽ അത്രയധികം ആത്മാർത്ഥതയുണ്ടായിരിക്കുക, എങ്കിൽ മാത്രമേ ഈ പുസ്തകത്തിലൂടെ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. മാനവികതയോട്, മനുഷ്യത്വത്തോട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് തുടിക്കുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ ഇത്തരമൊരു പുസ്തകം നമ്മൾക്ക് കയ്യിലെടുക്കാനും കഴിയുകയുള്ളൂ എന്നുള്ള നിലയ്ക്ക് ആദിവാസികൾ വംശഹത്യ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെ ഈ ഒരു പുസ്തകം മുത്തങ്ങ സമരത്തിൻ്റെ അടിച്ചമർത്തപ്പെടലിൻ്റെ 1/4 നൂറ്റാണ്ട് തികയുന്ന ഈ വേളയിൽ എത്രത്തോളം പ്രസക്തമായി തീരുന്നു? ബനേഷ്, പുസ്തക പൂമുഖത്തിലേക്ക് വിളിച്ചതിനും ഈ പുസ്തകം അവതരിപ്പിച്ചതിനും വളരെ സന്തോഷം. എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ജനകീയനായ മാധ്യമപ്രവർത്തകൻ ശ്രീ കെ ജയചന്ദ്രൻ്റെ സ്മരണയ്ക്ക് ജയചന്ദ്രൻ സുഹൃത്ത് സംഘം 2001 ജയചന്ദ്രൻ്റെ പേരിലുള്ള ഈ ഫെലോഷിപ്പ് എനിക്ക് നൽകിയത്. അന്ന് ആ ഫെലോഷിപ്പ് നൽകിയപ്പോൾ അവർ നിർദ്ദേശിച്ചത് ആദിവാസികളുടെ ഭൂമി അന്യാധീനപ്പെടുന്നതിനെ കുറിച്ചും അനുബന്ധ വിഷയങ്ങളെക്കുറിച്ചും പഠനം നടത്തി ഒരു പുസ്തകം തയ്യാറാക്കുക എന്നതായിരുന്നു. 2002 ആ പുസ്തകം പ്രകാശനം ചെയ്തു. സക്കറിയയാണ് അവതാരിക എഴുതിയത്. ആ പുസ്തകം പ്രകാശനം ചെയ്ത് മാസങ്ങൾ പിന്നിടുന്നതിന് മുമ്പ് തന്നെ സി.കെ. ജാനുവും എം ഗീതാനന്ദനും എല്ലാം നേതൃത്വം നൽകിയ മുത്തങ്ങ
ഭൂമിയിലെ കുടിൽകെട്ടി സമരവും മുത്തങ്ങ വെടിവയ്പ്പും സംഭവിച്ചു. അപ്പോൾ അടുത്ത എഡിഷൻ ഇറക്കി. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് കാൽ നൂറ്റാണ്ടായി. ഈ കാൽ നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷവും ആദിവാസികളുടെ ഭൂമി പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് സർക്കാർ തന്നെ അവരുടെ നിരവധി റിപ്പോർട്ടുകളിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു. AK ആന്റണിയുമായി CK ജാനുവിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഒത്തുതീർപ്പ്, ആ ഒത്തുതീർപ്പ് അട്ടിമറിക്കപ്പെട്ടത്, 5 ഏക്കർ ഭൂമി ഓരോ ആദിവാസി കുടുംബത്തിനും നൽകും എന്ന കാര്യം നടപ്പാക്കപ്പെടാതെ പോയത്. അപ്പൊ ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഇന്നും ഈ പുസ്തകത്തിന് പ്രസക്തിയുണ്ട് എന്ന ഒരു കാഴ്ചപ്പാട് പുസ്തക പ്രസാധ സംഘത്തിന്റെ ശ്രീ PC ജോസിയും അതുപോലെ തന്നെ ജയചന്ദ്രന്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനും ജയചന്ദ്ര സുഹൃത്ത് സംഘത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനുമായ KP രമേശ് എന്നിവർ മുന്നോട്ട് വയ്ക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പുതിയ എഡിഷൻ ഇറങ്ങുകയുമാണ് ചെയ്തത്. ഇതൊരു പഠന ഗ്രന്ഥമാണ് എന്ന് നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിട്ട് ഒരു സംശയവും ഉണ്ടാവേണ്ടതില്ല. പഠന ഗ്രന്ഥത്തിനുണ്ടാകും എന്ന് കരുതപ്പെടുന്ന ഒരു വായനാക്ഷമതയില്ലായ്മ അല്ല ഈ പുസ്തകത്തിനുള്ളത്. മറിച്ച് വളരെ എളുപ്പത്തിൽ ഈ പുസ്തകത്തിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കാം എന്നുള്ളതാണ്. അത്രമേൽ ലളിതമായ ഭാഷയിൽ, അത് PK പ്രകാശിൻ്റെ മാധ്യമപ്രവർത്തന ചരിത്രത്തിലെ അനുഭവ സമ്പത്ത് കൂടി ഉള്ളതുകൊണ്ട് നേരെ ഈ പുസ്തകത്തിലേക്ക് പ്രവേശിക്കാനും അതിൻ്റെ കണക്കുകൾ ദുർഗ്രഹമല്ലാത്ത രീതിയിൽ ചിട്ടപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ ഒരു പഠന ഗ്രന്ഥത്തിന് ഉണ്ടാവുമെന്ന് കരുതപ്പെടുന്ന പ്രവേശന തടസ്സങ്ങളൊന്നുമില്ലാതെ ഈ പുസ്തകത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും എന്നത് ഒരു സംശയവുമില്ല. ആ രീതിയിലാണ് അതിൻ്റെ ശീർഷകം മാത്രമല്ല അതിൻ്റെ മുഖചിത്രം വ്യക്തമാക്കുന്നത് പോലെ തന്നെ ഏത് രീതിയിലാണ് ആ കാൽപ്പാടുകൾ, ആദിവാസികളുടെ കാൽപ്പാടുകൾ അവരുടെ ഭൂമിയിൽ നിന്ന് മണ്ണിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുന്നത് എന്ന് ഈ പുസ്തകം കൃത്യമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ PK പ്രകാശ് നിർവഹിക്കുന്ന ഒരു ദൗത്യം എന്ന് പറയുന്നത് ആദിവാസികളുടെ പെരുമനായിട്ടുള്ള നക്സലൈറ്റ് നേതാവ് വർഗീസാണ് ഒരുപക്ഷെ കേരളത്തെ സംബന്ധിച്ചിട്ട് ആദ്യമായിട്ട് ആദിവാസികൾക്ക് വേണ്ടി ഇടപെടുക എന്നുള്ള പിന്നീട് രക്തസാക്ഷിത്വത്തിലേക്ക് പോകുന്ന ആ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. അത്രത്തോളം തീക്ഷ്ണവും തീവ്രവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആദിവാസികൾക്ക് വേണ്ടി പിന്നീട് ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ആ പ്രവർത്തനങ്ങളുടെ തുടർച്ച CK ജാനുവിലൂടെയൊക്കെ വന്ന് ഒരു മാധ്യമ പ്രവർത്തകനും ഒരു ഗവേഷകനും എന്ത് ചെയ്യാൻ കഴിയും, ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരു ഗവേഷകന് എന്ത് ചെയ്യാൻ കഴിയും ആത്മാർത്ഥമായിട്ട് എന്ന് അതിൻ്റെ ഉത്തരമായിട്ടാണ് ഈ പുസ്തകം എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഈ സ്വന്തമായിട്ടുള്ളൊരു സമ്പദ് വ്യവസ്ഥയും സാമൂഹ്യ വ്യവസ്ഥയും ഒക്കെ ഉണ്ടായിരുന്ന നൂറ്റാണ്ടുകളായിട്ട് നടന്ന കയ്യേറ്റങ്ങൾക്കൊടുവിൽ ആ ആദിവാസികളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് PK പ്രകാശ് ഈ പുസ്തകത്തിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നത് മൃതദേഹം മറവ് ചെയ്യാൻ പോലും ഭൂമിയില്ലാത്ത അവസ്ഥയിൽ അവരെത്തി എന്നുള്ളതാണ്. അപ്പോൾ മുത്തങ്ങ സമരം അടിച്ചമർത്തപ്പെട്ട് കാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോൾ കേരളത്തിലെ ആദിവാസികളുടെ ജീവിതത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളൊരു ചോദ്യം PK പ്രകാശ് തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരം അത്രമേൽ നിസ്സഹായവും ദയനീയവുമായൊരു ഉത്തരം തന്നെയാണോ? ബനേഷ്, അങ്ങനെ തന്നെയാണ് അതിന്റെ ഉത്തരം. കാരണം നമുക്കറിയാം ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൂമി അന്യാധീനപ്പെട്ടത് കേരളത്തിൽ ഈ വർഗീസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭത്തോടു കൂടി വളരെ അധികം ശ്രദ്ധിക്കപ്പെട്ടു. വർഗീസ് പ്രക്ഷോഭം നടത്തുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് അന്ന് അടിമവേല നിലനിന്നിരുന്നു, അടിമത്തം നിലനിന്നിരുന്നു. എല്ലാ രീതിയിലും ആദിവാസികളെ ചൂഷണം ചെയ്തിരുന്നു, സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഏറ്റവും രൂക്ഷമായ ഒരു ചൂഷണത്തിൽ ആദിവാസികൾ ജീവിച്ച സാഹചര്യത്തിലായിരുന്നു വർഗീസിന്റെ ഇടപെടൽ. വർഗീസിന്റെ ഇടപെടലും അതുയർത്തിയ സംഭവവികാസങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയിലാകമാനം ആദിവാസികൾ നടത്തിയ പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും ആദിവാസി ഭൂമിയുമായി ബന്ധപ്പെട്ട് അവരുടെ ഭൂമി തട്ടിയെടുത്തവരുടെ കയ്യിൽ നിന്ന് അവരുടെ ഭൂമി അവർക്ക് തന്നെ തിരിച്ച് വാങ്ങി നൽകുന്ന നിയമനിർമ്മാണത്തിന് സർക്കാരിനെ നിർബന്ധിതമാക്കി. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു 1975 ആദിവാസി ഭൂമിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ നിയമം കേരള നിയമസഭ പാസ്സാക്കുന്നത്. ആദിവാസികളുടെ അന്യാധീനപ്പെട്ട ഭൂമി വീണ്ടെടുക്കുകയും ഇനി ഭാവിയിൽ അന്യാധീനപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു 1975 നിയമം. പക്ഷെ 75 നിയമം ഒരു രീതിയിലും നടപ്പാക്കപ്പെട്ടില്ല. ആ നിയമത്തിന് റൂളുകളും ചട്ടങ്ങളും ഒന്നും ഉണ്ടാക്കാതെ നിയമസഭ പാസ്സാക്കുകയും എന്നാൽ ആ നിയമം നടപ്പാക്കപ്പെടുന്നത് തടയുകയും ചെയ്തു. ആദിവാസികൾ ഭൂരഹിതരായി തുടർന്നു. അതിനുശേഷം നിരവധി നിയമങ്ങൾ, നിരവധി നിർദ്ദേശങ്ങൾ, നിരവധി പഠന റിപ്പോർട്ടുകൾ എല്ലാം തന്നെ ഉണ്ടായി. ഏറ്റവും അവസാനം ആദിവാസികളുടെ അന്യാധീനപ്പെട്ട ഭൂമി വീണ്ടെടുക്കാനുള്ള 75 നിയമം ഭേദഗതി ചെയ്തു. നമുക്കറിയാം KR ഗൗരിയമ്മ എന്ന് പറയുന്ന ഒരേ ഒരു നിയമസഭാംഗം മാത്രമാണ് ആദിവാസികളുടെ ഭൂമി അവർക്ക് തിരിച്ചു നൽകാനുള്ള നിയമം ഭേദഗതി ചെയ്യുന്നതിനെയും അവരെ ചതിക്കുന്നതിനെയും നിയമസഭയിൽ എതിർത്തത് എന്ന് നമുക്കറിയാം.
അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതിനുശേഷമാണ് CK ജാനുവിന്റെയും ഗീതാനന്ദന്റെയും എല്ലാം നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം എല്ലാ ആദിവാസി വിഭാഗങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ അരങ്ങേറിയത്. അവർ കുടിൽകെട്ടി സമരം നടത്തി, വലിയ രീതിയിലുള്ള പൊതുജന പിന്തുണ അതിന് നേടിയെടുക്കാൻ കഴിഞ്ഞു. ഈ ആദിവാസികളുടെ ഭൂമിയുടെ പ്രശ്നത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ്. അത് കേരളം ഉന്നയിക്കുന്ന, കേരളം അല്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കുന്ന, അഭിമാനിക്കുന്ന നേട്ടങ്ങളെയെല്ലാം തന്നെ പിന്തള്ളുന്ന, ഓരോ കേരളീയനും അപമാനം മാത്രം സമ്മാനിക്കുന്ന ഒരു ഒന്നാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ പ്രക്ഷോഭത്തിന് കേരളത്തിലെ ജനങ്ങൾ പിന്തുണ നൽകിയത്. അങ്ങനെ പിന്തുണ നൽകിയതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി മറ്റു നിർവാഹമില്ലാതെ ഒരു കരാറിൽ ഒപ്പുവെക്കുന്ന ആദിവാസികളുമായിട്ട്. ആ കരാറിൽ ഓരോ കുടുംബത്തിനും 5 ഏക്കർ ഭൂമി വീതം നൽകാം, ഭൂരഹിതരായ ഓരോ കുടുംബത്തിനും 5 ഏക്കർ ഭൂമി നൽകാം എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം അത് മതികെട്ടാൻ ചോരയിൽ അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും ബന്ധപ്പെട്ട ആളുകൾക്ക് ഭൂമി കൈയേറുന്നതിന്, സമ്പന്നർക്ക് വീണ്ടും ഭൂമി കൈയേറുന്നതിന് വേണ്ടിയിട്ടാണ് അത് വഴിയൊരുക്കിയത്. അവർക്ക് ഭൂമി ലഭിച്ചില്ല. എനിക്ക് തോന്നുന്നത് ആ കരാറുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിയതിനെ കുറിച്ച് ആദിവാസി മിഷനും പട്ടികജാതി വർഗ വകുപ്പും എല്ലാം തന്നെ നടത്തിയ പല കത്തിടപാടുകളും റിപ്പോർട്ടുകളും അത് പറയുന്നത് ആദിവാസികൾക്ക് ഭൂമി നൽകുന്നതിൽ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ്. ആദിവാസികൾ ഭൂരഹിതരായി ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ്. ഞാൻ ഈ പുസ്തകത്തിന് അനുബന്ധമായിട്ട് സർക്കാർ റിപ്പോർട്ടുകളും നിയമസഭാ സമിതി റിപ്പോർട്ടുകളും ഇത്തരം കത്തിടപാടുകളും കൊടുത്തിട്ടുണ്ട്. അത് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം സഹായകരമായ ഒന്നാകട്ടെ എന്നുള്ള രീതിയിലാണ് അത് ചെയ്തത്. അതിലേറ്റവും എനിക്ക് തോന്നുന്ന പട്ടികജാതി വർഗ വകുപ്പ് സെക്രട്ടറി ഡയറക്ടർക്ക് എഴുതിയ ഒരു കത്ത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ കത്തിൽ പറയുന്നത് എന്നാ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2025 ആകുമ്പോഴും ആദിവാസികളെ നമ്മൾ അവരെ അടിമവേല നടക്കുന്നു എന്ന കാര്യം, അടിമവേല ചെയ്യുന്നു എന്ന കാര്യം ഇപ്പോഴും ഇവർ തന്നെ സമ്മതിക്കുന്നു. അതുപോലെ തന്നെ ആദിവാസികൾക്ക് പുനരധിവാസത്തിന് കൊടുത്ത ഭൂമി അവർക്ക് കൈമാറാനോ അവരെ അവിടെ പുനരധിവസിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്ന് സർക്കാരിന്റെ വകുപ്പുകൾ തന്നെ സമ്മതിക്കുന്നു. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് റിപ്പോർട്ടുകളായിട്ടാണ് അത് നിൽക്കുന്നത് അല്ലേ? കുറ്റസമ്മത റിപ്പോർട്ടുകളായിട്ട് നിൽക്കുന്നു. അതെ. അവര് തന്നെ പറയുന്നത്, ഒരു നിസ്സഹായത പോലെ അവർ തന്നെ പറയുന്നത്, നമുക്ക് അടിമത്വം ഇപ്പോഴും ഇവിടെ തുടരുന്നു. കേരളം എന്തെല്ലാം കാര്യങ്ങളിൽ, ഇപ്പൊ നമ്മൾ വലിയ വ്യവസായ നിക്ഷേപത്തെ കുറിച്ച് സംസാരിക്കുന്നു, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. കേരളം സാക്ഷരതയിൽ പൂർണ്ണതയായി എന്ന് പറയുന്നു. എല്ലാവർക്കും വീട് നൽകാൻ പോകുന്നു എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ ഇതെല്ലാം പറയുമ്പോൾ പോലും അവരുമായി ബന്ധപ്പെട്ട വകുപ്പിലെ ഡയറക്ടറും സെക്രട്ടറിയും എല്ലാം സമ്മതിക്കുന്ന ഔദ്യോഗിക രേഖയാണ് ഇപ്പോഴും അടിമവേല നിലനിൽക്കുന്നു, അവർക്ക് ഭൂമി നൽകാൻ കഴിഞ്ഞില്ല. എന്തിനാ കേരളം ഏറ്റവും മികച്ച നേട്ടമായി പറയുന്ന ഭൂപരിഷ്കരണ നിയമം, അത് ആദിവാസികളുടെ ഭൂമി നഷ്ടപ്പെടുത്തിയിട്ടേ ഉള്ളൂ എന്ന് ഈ സർക്കാർ റിപ്പോർട്ട് പറയുന്നു. കാരണം ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം ആദിവാസികൾക്ക് ഉണ്ടായിരുന്ന ഭൂമിയെ ഈ ഭൂപരിഷ്കരണ നിയമം വരുന്നപ്പോൾ പല കുടിയേറ്റക്കാരും ആദിവാസികളിൽ നിന്ന് ഭൂമി പാട്ടത്തിനെടുത്തു എന്ന രേഖയുണ്ടാക്കിയതിനു ശേഷം പാട്ടക്കുടിയാന്മാർക്ക് ഭൂമി നൽകാമെന്ന ഭൂപരിഷ്കരണ നിയമത്തിലെ വകുപ്പ് ഉപയോഗിച്ച് ആദിവാസികളുടെ ഭൂമി തട്ടിയെടുത്തു. അതായത് ഭൂപരിഷ്കരണ നിയമം പോലും ആദിവാസികൾക്ക് ഭൂമി നൽകാനല്ല, മറിച്ച് ആദിവാസികളുടെ കയ്യിൽ നിന്നും അവശേഷിക്കുന്ന ഭൂമി കൂടി തട്ടിയെടുക്കുന്നതിനാണ് വഴിയൊരുക്കിയത് എന്ന് ഈ സർക്കാർ റിപ്പോർട്ടുകൾ തന്നെ പറയുന്നു. ഭൂപരിഷ്കരണം എന്ന വഞ്ചന, സ്വകാര്യവനം നിക്ഷിപ്തമാക്കൽ എന്ന തട്ടിപ്പ് എന്ന ശീർഷകത്തിലാണ് താങ്കൾ അത് നൽകിയിട്ടുള്ളത്. ഇതിൽ ഈ ആദിവാസികളുടെ ഭൂമി ഒഴിപ്പിച്ചെടുത്ത് അവിടെ വൻകിട കയ്യേറ്റങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച്, വൻകിടക്കാർ നടത്തുന്ന ഭൂമി കയ്യേറ്റങ്ങളെ കുറിച്ചിട്ട് വിശദമായിട്ടുള്ള പഠന റിപ്പോർട്ടുകൾ ഉദാഹരണ സഹിതം രേഖാസഹിതം താങ്കൾ നൽകിയിട്ടുണ്ട്. ഈ വൻകിടക്കാർ നടത്തുന്ന ഭൂമി കയ്യേറ്റങ്ങൾ അത് ഒരു പാസ്റ്റ് ടെൻസ് ആയിട്ട് നമ്മൾക്ക് ഈ പുസ്തകത്തിൽ വായിക്കാം, കഴിഞ്ഞ കയ്യേറ്റങ്ങൾ. പക്ഷേ ഈ പുസ്തകം ഒരു സ്പന്ദിക്കുന്ന ചരിത്ര പുസ്തകമായിട്ട് മാറുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഇപ്പോഴും ആ വൻകിട ഭൂമി കയ്യേറ്റങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള നിലയ്ക്കാണ്. ഈ പുസ്തകം പരിപൂർണമായി ഇരിക്കെ തന്നെ ഇതിൻ്റെ തുടർക്കണക്കുകൾ കൂടി ചേർക്കേണ്ട രീതിയിൽ അനുനിമിഷം വൻകിട ഭൂമി കയ്യേറ്റങ്ങൾ അടക്കമുള്ളവ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ബനേഷ, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം വലിയ രീതിയിലുള്ള കയ്യേറ്റങ്ങൾ നടക്കുന്നു. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഈ വന്യജീവി മനുഷ്യ സംഘർഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണല്ലോ ഇത്. യഥാർത്ഥത്തിൽ അത് സംബന്ധിച്ച വളരെ വിശദമായ ഒരു റിപ്പോർട്ട്, ഞാൻ ഒരു പഠനം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദിവാസികൾക്ക് വനസമ്പത്തിനെ കുറിച്ച് വലിയ രീതിയിൽ അറിയാം. ഓരോ വനസമ്പത്തിന്റെയും അതിന്റെ മൂല്യം എന്താണ് എന്ന് അറിയാം.
ഇപ്പോൾ അൽഷിമേഴ്സിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഇത്, അതുപോലെ തന്നെ ആരോഗ്യ പച്ച, ക്യാൻസറിനുള്ള മരുന്നുകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് ഈ വനത്തിൽ നിന്ന് അവർക്ക് ശേഖരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഇത് വളരെ പെട്ടെന്ന് മൂല്യം അളക്കാൻ കഴിയാത്ത ഒരു സ്വത്തായി മാറി ഉഷ്ണമേഖലാ രാജ്യങ്ങളിലെ വനസമ്പത്തിലെ ജൈവസമ്പത്ത്, ജൈവ വൈവിധ്യം. ഇതിനെ തുടർന്ന് ആദിവാസികൾ വനത്തിനകത്ത് ഒരു വനനശീകരണം നടത്താതെ ഈ പറയുന്ന മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് മാത്രം കളക്ട് ചെയ്ത് ജീവിച്ചിരുന്ന അവരെ വനസംരക്ഷണത്തിന് ആദിവാസികൾ ഒരു തടസ്സമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കുടിയിറക്കിക്കൊണ്ടിരിക്കുകയാണ്. പെരിയാർ ടൈഗർ റിസർവിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ വയനാടിൽ നിന്നും നെല്ലിയാമ്പതിയിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും ഈ പറയുന്ന ആദിവാസികൾ ഇതിനൊരു പ്രധാനപ്പെട്ട തടസ്സമാണ് എന്ന് കണ്ടെത്തിയിരുന്നു. ഇപ്പൊ ആരോഗ്യ പച്ചയെ കുറിച്ച് ആദ്യം തന്നെ കണ്ടെത്തുകയും അത് സംബന്ധിച്ച കാര്യങ്ങൾ പുറത്തുവിടുകയും ചെയ്ത കാണിക്കാരൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത രീതിയിൽ കണ്ടെത്തിയ വാർത്ത തിരുവനന്തപുരത്ത് നിന്നുണ്ടായിരുന്നല്ലോ. പക്ഷെ ആരോഗ്യ പച്ച എന്ത് ചെയ്തു? വേറൊരു സ്വകാര്യ കമ്പനി പേറ്റന്റ് ചെയ്തെടുത്തു. ആദിവാസികളുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു അതിന്റെ പേറ്റന്റ്. ആദിവാസികളുടെ അറിവുകൾ, അവർക്ക് വനത്തെക്കുറിച്ച്, വനവിഭവങ്ങളെക്കുറിച്ച്, ആ വനവിഭവത്തിന്റെ പല രീതിയിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അവർക്കുള്ള അറിവുകൾ ഒരു ഭാഗത്ത് ഇപ്പോഴും കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നു. ആദിവാസികളെ വനഭൂമിയിൽ നിന്ന് പുറത്താക്കി ഏറ്റവും പുറംപോക്കുകളിലേക്ക് തള്ളപ്പെടുന്നു. ഈ രീതിയിൽ പല രീതിയിലുള്ള ഭൂമി കയ്യേറ്റങ്ങൾ, പല രീതിയിലുള്ള അവരുടെ നൂറ്റാണ്ടുകളായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അവർ ഉപയോഗിച്ചിരുന്ന ഭൂമിയിൽ നിന്ന് അതിനെ പുറത്താക്കുന്ന നടപടികൾ, ഇതെല്ലാം തന്നെ സർക്കാരിന്റെയും വനം വകുപ്പിന്റെയും മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിന്റെ എല്ലാം പിന്തുണയോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വളരെ പ്രതിസന്ധിയിലാണ് ആദിവാസികൾ, വളരെ ഒറ്റപ്പെടുന്ന രീതിയിലാണ് ആദിവാസികൾ. ആദിവാസികളുടെ ഭൂമി പ്രശ്നം പരിഹരിക്കാനും അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്യുന്ന ഈ പറയുന്ന കുടിൽകെട്ടൽ സമരത്തിന്റെയും അതിനുശേഷം അതിന്റെ ഒത്തുതീർപ്പിന്റെയും ആ ഒത്തുതീർപ്പ് കരാറിന്റെ പരാജയത്തിന് ശേഷം പിന്നീട് ആദിവാസികളുടെ അവസ്ഥ എന്താണെന്ന് കേരള സമൂഹം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദിവാസികളുടെ അന്യാധീനപ്പെടുന്ന ഭൂമിയെക്കുറിച്ച് പി.കെ. പ്രകാശ് എഴുതിയ പുസ്തകമാണ് നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പുസ്തകത്തെക്കുറിച്ചാണ്. പുസ്തകത്തിന് അവതാരിക എഴുതിയ സക്കറിയ ഈ പുസ്തകത്തിൻ്റെ പിൻകുറിപ്പായിട്ട് നൽകിയിരിക്കുന്ന ചില വാക്യങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി സൂചിപ്പിക്കുകയാണ്. C.K. ജാനുവിൻ്റെ ചരിത്രപ്രധാനമായ ആദിവാസി സമരത്തിലൂടെ മലയാളി സമൂഹം നിർബന്ധിതമായി ദർശിക്കാനിടവന്ന യാഥാർത്ഥ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രകാശിൻ്റെ പുസ്തകം വെളിച്ചം നിറഞ്ഞ ഒരു ചരിത്രാന്വേഷണ സഹായിയാണ്. ആദിവാസികൾ എങ്ങനെ അവരുടെ ഭൂമിയിൽ നിന്നും ജീവിത വ്യവസ്ഥയിൽ നിന്ന് തന്നെയും പുറത്താക്കപ്പെട്ടു എന്ന ആദിമ ചരിത്രത്തിൽ ആരംഭിച്ച് C.K. ജാനുവിൻ്റെ ആദിവാസി പ്രസ്ഥാനം നമ്മുടെ കൺമുമ്പിൽ തന്നെ അട്ടിമറിക്കപ്പെട്ടതിൻ്റെ ചരിത്രം വരെ സങ്കീർണമായ ഒരു സാമൂഹിക രാഷ്ട്രീയ ചരിത്രയാത്രയിലൂടെയാണ് പ്രകാശിൻ്റെ ഗ്രന്ഥം നമ്മെ നയിക്കുന്നത് എന്ന് സക്കറിയ സൂചിപ്പിക്കുന്നു. പി.കെ. പ്രകാശ് ഈ പുസ്തകത്തിലെ സവിശേഷമായ ഒരു സന്ദർഭത്തിൽ സക്കറിയ ഏത് രീതിയിൽ നിരീക്ഷണം നടത്തി എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രത്യേക ഭാഗം വായിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അത് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കുക. പക്ഷേ സക്കറിയ എഴുതിയതാണ്. കെ പാനൂരിന്റെ കേരളത്തിലെ ആഫ്രിക്കയാണ് ഒരുപക്ഷെ കേരളീയ ആദിവാസികളുടെ അവസ്ഥയെ രേഖാമൂലം വിവരിക്കുന്ന ആദ്യത്തെ കേരളീയ പഠനം. ആഫ്രിക്ക എന്ന പദം കൊണ്ട് പാനൂർ വിവക്ഷിച്ചത് കറുത്ത ആഫ്രിക്കൻ ജനത വെള്ളക്കാരായ അധിനിവേശകരുടെ കീഴിൽ നൂറ്റാണ്ടുകളായി അനുഭവിച്ചു പോന്ന അടിമത്തത്തെയും പിന്നാക്കാവസ്ഥയുമാണ് എന്ന് കരുതണം. ആഫ്രിക്കൻ ജനതയുടെ ഗ്രാമീണ ജീവിതത്തെ വെളുത്തവർ ആദിവാസി ജീവിതമായി മുദ്ര കുത്തുകയാണ് ഉണ്ടായത്. ആഫ്രിക്കൻ ഗ്രാമീണർ കാടുകളെ പല വിധത്തിലും ഉപജീവിച്ചിരുന്നുവെങ്കിലും അവർ തന്നെയായിരുന്നു കാടിന് പുറത്തെ മുഖ്യധാര ജീവിത പ്രവാഹം നിർമ്മിച്ചത്. അവിടെ മറ്റൊരു ആദിവാസി സമൂഹം ഉണ്ടായിരുന്നില്ല. എന്നാൽ കേരളത്തിലെ ആദിവാസികളുടെ അവസ്ഥയ്ക്ക് പ്രധാനവും ശോചനീയവുമായ ഒരു വ്യത്യസ്തതയുണ്ടായിരുന്നു. കേരളത്തിൽ കാടിനകത്തും കാടിന് പുറത്തും രണ്ട് വ്യത്യസ്ത സമൂഹങ്ങൾ ഉണ്ടായിരുന്നു. വെള്ളക്കാരായ അധിനിവേശകർ നാടുവിടുകയും രാഷ്ട്രീയ അധികാരം കാടിനു പുറത്ത് ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ള കേരളീയ പൗരസമൂഹത്തിൽ നിക്ഷിപ്തമാവുകയും ചെയ്തതിനു ശേഷവും കാടിനുള്ളിലെ ആദിവാസികൾ അടിമകളായി തന്നെ തുടർന്നു. അവരുടെ മേൽ പുതിയ സ്വദേശി അധിനിവേശങ്ങളുടെ പരമ്പരകൾ വന്നു വീണു. അങ്ങനെ കേരളത്തിനുള്ളിൽ പാനൂർ വിവരിക്കും പോലെ കേരളീയർ തന്നെ ഒരു ആഫ്രിക്ക നിർമ്മിക്കുകയാണ് ഉണ്ടായത്. ഇതാണ് സക്കറിയ പറയുന്നത്. സക്കറിയ പറയുന്ന ഈ ഭാഗം, അതായത് നമ്മൾ ഇവിടെ ഒരു ആഫ്രിക്ക നിർമ്മിച്ചിരിക്കുന്നു. മലയാളി പല നിയമങ്ങളും പല പൗരപ്രസ്ഥാനങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഏറ്റവും പ്രാചീനമായ ഒരു ജനത, ഏറ്റവും ദുർബലമായ ഒരു ജനത, അവർ എല്ലാ അവകാശങ്ങളും നിയമങ്ങളും ഉണ്ടായിട്ടും അതൊന്നും ലഭ്യമാകാതെ പട്ടിണി കിടന്നും
രോഗം വന്നും എല്ലാം തന്നെ മരിച്ചു വീഴുന്നു. ഇപ്പൊ നമുക്ക് ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്ന നിയമസഭാ സമിതികളുടെ ചില റിപ്പോർട്ടുകളുണ്ട്. നിയമസഭാ സമിതി റിപ്പോർട്ടുകൾ എങ്ങനെയാണ് ആദിവാസികളിൽ അവിവാഹിതരായ അമ്മമാരുണ്ടായത്, എങ്ങനെയാണ് ആദിവാസികൾ കുഷ്ഠവും അനീമിയയും വന്ന് മരിച്ചു തീരുന്നത്, എങ്ങനെയാണ് ആദിവാസികളെ മദ്യത്തിന് അടിമയാക്കിയത്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ പറയുന്ന സർക്കാരിന്റെ തന്നെ രേഖകൾ, നിയമസഭാ സമിതികളുടെ തന്നെ റിപ്പോർട്ടുകൾ അവർ തന്നെ ഒരു കുറ്റബോധത്തോടു കൂടി സമ്മതിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദിവാസികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പഞ്ചായത്തി രാജ് ആക്ട് നടപ്പാക്കുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ച് ഭൂരിയ കമ്മിറ്റി മുതൽ നിരവധി കമ്മിറ്റികളുടെ റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും അത് നടപ്പാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ആദിവാസി മേഖലകളിലെ ഭരണം, പഞ്ചായത്ത് ഭരണം ആദിവാസികൾ തന്നെ നിർവഹിക്കുന്ന രീതിയിലുള്ള 5-ാം ഷെഡ്യൂള് അതിപ്പോഴും നമ്മൾ കേരളത്തിൽ പൂർണ്ണമായിട്ടും ഇടമലക്കുടി ഒഴികെയുള്ള ഒരു പ്രദേശത്തും അത് പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ. ഇടമലക്കുടിയിൽ തന്നെ അത് പ്രഖ്യാപിക്കുന്ന അവസ്ഥ വന്നത് CK ജാനുവിന്റെയും ഗീതാനന്ദന്റെയും നേതൃത്വത്തിലുള്ള പ്രക്ഷോഭവും മുത്തങ്ങ വെടിവയ്പും അതിനുശേഷമാണ് അതുണ്ടായത്. അപ്പോൾ ആദിവാസി മേഖലയിലെ ഭൂമിയുടെ വിനിയോഗം, അവരുടെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കൽ, ഇനി ഭൂമി അന്യാധീനപ്പെടാതെ നോക്കൽ, അവിടുത്തെ മദ്യത്തിന്റെ വലിയ രീതിയിലുള്ള വിതരണം അവസാനിപ്പിക്കൽ, സ്ത്രീകൾക്ക് നേരെയും കുട്ടികൾക്ക് നേരെയുമുള്ള അതിക്രമം തടയൽ, അവരുടെ ആരോഗ്യ പരിരക്ഷ, അവരുടെ ഭൂമി വലിയ വികസന പദ്ധതികൾക്ക് വേണ്ടി അവരുടെ അനുമതിയില്ലാതെ ഏറ്റെടുത്ത് അവരെ വീണ്ടും വീണ്ടും ഭൂരഹിതരാക്കുന്ന അവസാനിപ്പിക്കൽ, ഇങ്ങനെയുള്ള ഒരുപാട് അവകാശങ്ങൾ അവർക്ക് നൽകുന്ന, നമ്മൾ ഇപ്പോൾ പഞ്ചായത്ത് രാജ് നിയമങ്ങൾ അത് ജനങ്ങൾക്ക് അധികാരം നൽകുന്നു എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണല്ലോ നമ്മളിവിടെ. പക്ഷെ ഇപ്പോഴും നമുക്ക് പഞ്ചായത്ത് രാജ് ആക്ടിന്റെ ഈ 5-ാം ഷെഡ്യൂൾ അത് ആദിവാസി മേഖലകളിലേക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും ആദിവാസി മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. ആദിവാസികളുടെ കാര്യത്തിൽ ഇപ്പോൾ സക്കറിയ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ആദിവാസികളെ പറ്റി സമൂഹവും ഭരണകൂടങ്ങളും ചർച്ച ചെയ്തില്ല, നടപടികൾ സ്വീകരിച്ചില്ല എന്ന് തീർത്തും പറയാനാവില്ല. കേരള രാഷ്ട്രീയത്തിന്റെയും മാധ്യമങ്ങളുടെയും വൻ കളിക്കളങ്ങളിൽ ആദിവാസികളും വല്ലപ്പോഴും പന്തു തട്ടപ്പെട്ടു. ഭരണകൂടങ്ങൾ ആദിവാസികൾക്ക് വേണ്ടി പദ്ധതികൾ നിർമ്മിച്ചു. ഓരോ പദ്ധതിയെയും കേരളീയരുടെ ചരിത്രത്തിലെ ഒരുപക്ഷെ ഏറ്റവും ലജ്ജാവിഹീനവും നിർദ്ദയവുമായ അഴിമതിയിലും പകൽക്കൊള്ളയിലും രാഷ്ട്രീയ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും മുക്കിത്താഴ്ത്തി. അട്ടപ്പാടി എന്ന നാമം തന്നെ ഇന്ന് വികസന മാതൃകയ്ക്ക് ഉദാഹരണമാകേണ്ടതിന് പകരം അധസ്ഥിതാവസ്ഥയുടെ ജനകീയ പര്യായമായി മലയാള ഭാഷയിൽ വന്നു ചേർന്നിരിക്കുന്നു. അങ്ങനെയാണ് പറയുന്നത്. അതായത് അവർക്ക് വേണ്ടി നടപ്പാക്കിയ പദ്ധതികളൊന്നും തന്നെ അഴിമതിക്ക് വഴിയൊരുക്കി എന്നല്ലാതെ, അവരുടെ പേരിൽ വീണ്ടും വീണ്ടും കൂടുതൽ പണം തട്ടിയെടുക്കപ്പെട്ടു എന്നല്ലാതെ അവരുടെ ജീവിതത്തിൽ ഒരുവിധ മാറ്റങ്ങളും കൊണ്ടുവന്നില്ല എന്നാണ് സക്കറിയ തന്നെ പറയുന്നത്. ഇതാണ് അവസ്ഥ. അതായത് ആഫ്രിക്ക നമ്മൾ നിർമ്മിച്ചു, നമ്മളുടെ പൊതുസമൂഹത്തിൻ്റെ സുരക്ഷിത സ്ഥലത്ത് നിന്നുകൊണ്ട് വളരെ ക്രൗര്യ ബുദ്ധിയോടുകൂടി ആദിവാസികൾക്ക് വേണ്ടി ഒരു ആഫ്രിക്ക സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ പ്രക്രിയയുടെ ക്രൗര്യമാണ് ഈ പുസ്തകം എടുത്തു പറയുന്നത്. ഇതിൽ 2001 ഈ പുസ്തകത്തിന് പ്രേരകമാവുന്ന രീതിയിലുള്ള ഫണ്ട് എന്ന നിലയ്ക്ക് അന്തരിച്ച പ്രമുഖ മാധ്യമപ്രവർത്തകൻ K ജയചന്ദ്രൻ്റെ സ്മരണയ്ക്ക് കൂടി അത് നിലനിർത്തുന്നതിന് വേണ്ടി കൂടിയുള്ള ഫണ്ട് താങ്കൾ സ്വീകരിച്ചത് 2001. 2003 മുത്തങ്ങ സമരം ഉണ്ടാവുന്നത്. അതിനുശേഷം ഇപ്പോൾ ഒരു 1/4 നൂറ്റാണ്ട് പിന്നിടുന്ന ഈ വേളയിൽ CK ജാനുവിൻ്റെ ആദിവാസി പ്രസ്ഥാനം ഏത് രീതിയിൽ അട്ടിമറിക്കപ്പെട്ടു, ആ അട്ടിമറിക്കപ്പെടലിന് അവർ പോലും തലവെച്ച് കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയതിനെക്കുറിച്ചൊക്കെ ഈ പുസ്തകത്തിൽ അതിൻ്റെ വിശദതലങ്ങളിലേക്ക് താങ്കൾ പോയിട്ടുണ്ടോ എന്നത് എനിക്ക് സംശയമാണ്. അതായത് ആ സമരത്തെ ഭരണകൂടവും പോലീസും എങ്ങനെ അട്ടിമറിച്ചു, പിന്നീട് CK ജാനുവിന് വന്ന വിപര്യങ്ങളിലേക്ക് എന്തുകൊണ്ട് പോയിട്ടില്ല എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പൊ M ഗീതാനന്ദനോ CK ജാനുവോ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആദിവാസികളുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ച് പ്രക്ഷോഭം നടത്തി. കേരള സമൂഹം അതിന് പിന്തുണ കൊടുത്തു. അതുപോലെ തന്നെ നക്സലൈറ്റ് ആയിരുന്ന വർഗീസ്, അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിൽ ആ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തു. അദ്ദേഹം അവസാനം അദ്ദേഹത്തെ വധിച്ചു, പോലീസ് വെടിവെച്ച് കൊന്നു. അപ്പോ ഓരോ സമയത്തും നേതാക്കളോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലെ ഇവരോട് അനുഭാവമുള്ള വ്യക്തികളോ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആദിവാസി പ്രശ്നങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു നേതാവ്, ഗീതാനന്ദനോ ജാനുവോ വർഗീസോ, ആ പ്രക്ഷോഭത്തിന് അടിസ്ഥാനമായ കാര്യങ്ങൾ അവരെ കൊണ്ട് പൂർണ്ണമായിട്ടും എക്കാലത്തേക്കുമായി പരിഹരിക്കാൻ കഴിയണം എന്നില്ല. അത് അവരുടെ മാത്രം ഒരു തെറ്റല്ല. നമ്മൾ കേരള സമൂഹത്തിന്റെ ആകെ തെറ്റാണത്.
കാരണം ഒരു ഗവൺമെന്റ് ജാനുവുമായിട്ടും ഗീതാനന്ദനുമായിട്ടും ആദിവാസി ഗോത്രമഹാസഭയുമായിട്ടും മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ നേതൃത്വത്തിൽ ഒരു കരാർ ഒപ്പുവെക്കുന്നു. ഭൂരഹിതരായ ആദിവാസികൾക്ക് 5 ഏക്കർ ഭൂമി വീതം ഒരു കുടുംബത്തിന് നൽകിക്കോളാം എന്ന് ഒരു കരാർ ഒപ്പുവെക്കുന്നു. ആ കരാർ ഒപ്പുവെച്ച ശേഷം ആ കരാർ നടപ്പാക്കപ്പെടുന്നില്ല. ആ കരാർ നടപ്പാക്കപ്പെടാത്തതിനെ തുടർന്ന് അവർ എന്ത് ചെയ്തു? അവർ മുത്തങ്ങയിൽ കുടിൽ കെട്ടി അവർ പ്രക്ഷോഭം തുടങ്ങി. മുത്തങ്ങയിൽ അവർ നടത്തിയ പ്രക്ഷോഭത്തെ വിദേശ ചാരന്മാരുടെ വരെ അല്ലെങ്കിൽ തീവ്രവാദികളുടെ എല്ലാം പിന്തുണയുള്ള ഒരു സമരം എന്ന് പറഞ്ഞുകൊണ്ട് വെടിവെച്ച് ആ സമരത്തെ ഇല്ലാതാക്കി. ജോഗി കൊല്ലപ്പെട്ടു. അതിനുശേഷം അന്ന് ആ സമരത്തിൽ പങ്കെടുത്ത ആദിവാസികളുടെ വീടുകളിൽ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ആദിവാസി കോളനികളിലും പോലീസിന്റെ ഒരു നരനായാട്ട് നടന്നു. ഇനി ഒരു പ്രക്ഷോഭത്തിലേക്ക് ആദിവാസികൾ അവർ ഒരിക്കലും വരരുത് എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ ആദിവാസികളെ അവിടെ അടിച്ചമർത്തി. പക്ഷെ ആ മുത്തങ്ങയിൽ നടന്ന അടിച്ചമർത്തലിനെ കേരള സമൂഹം വലിയ രീതിയിൽ പ്രതിഷേധിച്ചു. അതുകൊണ്ടാണ് ആ അടിച്ചമർത്തൽ പിന്നീടും ആദിവാസികളെ കൊന്നില്ലാതാക്കിയതിനെ ആ രീതിയിലേക്ക് വളരാതെ പോയത് മാധ്യമങ്ങളുടെ പൊതുസമൂഹത്തിന്റെ പൗരാവകാശ പ്രവർത്തകരുടെ വലിയ ഇടപെടൽ മൂലമാണ്. പക്ഷെ എന്നാലും ആ പ്രക്ഷോഭം അടിച്ചമർത്തിയതിനു ശേഷം പുതിയൊരു പ്രക്ഷോഭത്തിനുള്ള സാധ്യത ഇല്ലാതാക്കുക കഴിയുമോ എന്നാണ് സർക്കാർ നോക്കി. ഇപ്പൊ വർഗീസിനെ വെടിവെച്ച് കൊന്നപ്പോഴും അതാണ്. ഈ വർഗീസാണ് ആദിവാസി മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തുന്നത്. അപ്പൊ വർഗീസിനെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയുമോ എന്ന് നോക്കി. അതുപോലെ തന്നെ ജാനുവിനും ഗീതാനന്ദനും മാത്രമല്ല, ആദിവാസികൾക്കെതിരെ നിരവധി കേസുകൾ അവർ കേസിന്റെ പുറത്ത് കേസാക്കി മാറ്റി. CBI വരെ കേസുകൾ വളർന്നു. പക്ഷെ അടിസ്ഥാനപരമായിട്ട് CBI അന്വേഷണമായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണമാണെങ്കിലും ആദിവാസികളുടെ നിരപരാധിത്വം പൂർണ്ണമായിട്ട് സ്ഥാപിക്കാനോ ആദിവാസികൾക്കെതിരെ വനം വകുപ്പിന്റെയും പോലീസിന്റെയും എല്ലാം ഒരു ഗൂഢാലോചന നടന്നു എന്ന കാര്യം തെളിയിക്കാനോ, ആദിവാസികൾ ആയുധമെടുത്തുകൊണ്ടല്ല, ആദിവാസികളെ മനഃപൂർവ്വം അവിടെ വെടിവെച്ചു കൊന്നതാണ്, ജോഗിയെ വെടിവെച്ചു കൊന്നതാണ്, ഈ കാര്യങ്ങൾ അതിന് പുറത്തൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. അരുന്ധതി റോയി ഉൾപ്പെടെയുള്ളവർ അന്ന് മുത്തങ്ങയിലെ ഈ ആദിവാസികളെ ജയിലിലും പുറത്തും സന്ദർശിച്ച ശേഷം നടന്നത് എന്താ എന്ന് പറയുന്നു, പുറത്തു കൊണ്ടുവന്നു. അതുപോലെ തന്നെ നിരവധി അന്വേഷണ റിപ്പോർട്ടുകൾ പൗരാവകാശ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ആദിവാസികൾക്ക് നേരെ നടന്ന ആന്റണി സർക്കാരിന്റെ അതിക്രമം അത് വെറും അവരാ എഗ്രിമെന്റിൽ നിന്ന് ഒളിച്ചോടാൻ നടത്തിയ ഒരു തന്ത്രമായിരുന്നു എന്ന് വരെ കൃത്യമായിട്ട് തെളിയിക്കപ്പെട്ടു. പക്ഷെ എന്നാലും ഈ വിഷയം അവസാനിച്ചിട്ടില്ല. പക്ഷെ അതിന് പൂർണ്ണമായിട്ടും ജാനുവും ഗീതാനന്ദനും ഉത്തരം പറയുകയല്ല വേണ്ടത്. അതായത് ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉത്തരവാദിത്തം പൊതുസമൂഹത്തിന് മുഴുവനായിട്ടുണ്ട്. മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്കുണ്ട്. ഇങ്ങേയറ്റം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിലേക്ക് വരെ ആ വിഷയം തുറന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾക്ക് പറയേണ്ടി വരുന്നത്. സാധാരണഗതിയിൽ ഇത്തരമൊരു പുസ്തകം എഴുതുന്ന ആളുടെ ഉള്ളിലോ അല്ലെങ്കിൽ വായിക്കാനെടുക്കുന്ന ആളുടെ ഉള്ളിലോ പൊതുവെ ആദിവാസികളെക്കുറിച്ചും അവരുടെ സംസ്കാരം, കല, ആചാരാനുഷ്ഠാനങ്ങൾ, അവരുടെ ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഭാഷ ഇവയെക്കുറിച്ചൊക്കെ നിരവധി ലേഖനങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്. ഇതിൽ പലതും കേവലമായിട്ടുള്ള കൗതുകത്തിൻ്റെ തലത്തിലുള്ളതാണ്. ഒരു ട്രാവലോഗിൻ്റെ ടൂറിസം മോഡലിലുള്ള എഴുത്തായിട്ട് പലതും മാറിയതിൻ്റെ ചരിത്രവും നമ്മൾക്കുണ്ട്. ആ ചരിത്ര പുസ്തകങ്ങളെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട്, ഞാൻ ഉദ്ധരണിക്കകത്താണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്, മാറ്റിവെച്ചുകൊണ്ട് ഈ പുസ്തകം മുകളിലേക്ക് വരുന്നത് ഇതിൻ്റെ സ്പന്ദിക്കുന്ന ചരിത്ര മൂല്യം കൊണ്ടുകൂടിയാണ് എന്ന് പറയേണ്ടി വരുന്നു. ഇപ്പോൾ കേസരി എ ബാലകൃഷ്ണപിള്ള, അതുപോലെ ഡോക്ടർ എ അയ്യപ്പൻ, കെ പാനൂർ, നേരത്തെ ശ്രീ പി കെ പ്രകാശ് സൂചിപ്പിച്ചു, പിന്നെ കെ വേലപ്പൻ, ഡോക്ടർ PG പത്മിനി, ഡോക്ടർ കുമാരൻ വയലേരി, OK ജോണി തുടങ്ങിയവരുടെയൊക്കെ പഠനങ്ങൾ ആദിവാസി ജീവിത പരിസരത്തെ എത്രത്തോളം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ചരിത്രവുമാണ്. അവയിൽ നിന്ന് ഈ പുസ്തകം ഏത് രീതിയിൽ സവിശേഷമായിട്ട് കുറച്ചുകൂടി ഉയരത്തിലേക്ക് മാറി നിന്നുകൊണ്ട് ഈ വിഷയത്തെ കാണുന്നുവെന്നും നാം ഈ വിഷയത്തിലേക്ക് ഇടപെടേണ്ടതുണ്ട് എന്നും കൃത്യമായിട്ടും നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട് ഈ പുസ്തകം. ആദിവാസി ജീവിതത്തിൻ്റെ സകല വശങ്ങളെക്കുറിച്ചും സാധാരണമല്ലാത്ത ഉൾക്കാഴ്ചയുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകനായിരുന്ന K ജയചന്ദ്രൻ്റെ സ്മരണ കൂടി സാർത്ഥകമാക്കുന്ന രീതിയിലാണ് പുസ്തക പ്രസാധക സംഘം ഈ പുസ്തകം ഇറക്കിയിട്ടുള്ളത്. നേരത്തെ വനം കൊള്ളയടക്കമുള്ള വിഷയങ്ങളിൽ, ആദിവാസി ഭൂമി പ്രശ്നം, വൃക്കത്തട്ടിപ്പ് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ PK പ്രകാശിൻ്റെ റിപ്പോർട്ടുകൾ ഏതൊക്കെ രീതിയിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു ചരിത്രവുമാണ്. എന്തായാലും അന്യാധീനപ്പെടുന്ന ഭൂമി, ആദിവാസി ഭൂമി പ്രശ്നത്തിൻ്റെ ചരിത്രവും രാഷ്ട്രീയവും എന്ന ഈ ഗ്രന്ഥത്തിൻ്റെ പ്രസാധനം നിർവഹിച്ചിരിക്കുന്നത് പുസ്തക പ്രസാധക സംഘമാണ്. 300 താളുകളുള്ള ഈ പുസ്തകത്തിൻ്റെ വില 399 രൂപയാണ്. ഇപ്പോൾ നമ്മളുടെ സമയം പൂർണ്ണമാവുന്നത് കൊണ്ട് ഈ പുസ്തകം ഇനി വായനക്കാരുടെ വായനാ പദത്തിലേക്ക് വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വളരെ നന്ദി ശ്രീ PK പ്രകാശ്. വളരെ സന്തോഷം.